Welcome to Hamlu's kitchen. Whole wheat bread in recipe ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഓവൻ ഇല്ലാതെയാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ചേർക്കേണ്ടത്. മെഷറിംഗ് സ്പൂണിനെക്കാട്ടിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇതേപോലുള്ള സ്റ്റീലിൻ്റെ സ്പൂണിൽ എടുക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം അളന്നെടുക്കാൻ. സ്റ്റീലിൻ്റെ സ്പൂണ് ചെറുതായിരിക്കും, അപ്പോൾ ഇതിൽ 1.5 സ്പൂണ് കാണും. മെഷറിംഗ് സ്പൂണിലുള്ള 1 ടീസ്പൂണ് 1.5 ടീസ്പൂണാണ് ഈസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഒരു ബൗളിൽ 2.25 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മൈദ ചേർക്കുന്നില്ല. വീറ്റ് ഫ്ലോർ മാത്രം വെച്ചിട്ടാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പും ഈ ഗ്ലാസ്സും എല്ലാം 250 ml സെയിം അളവ് തന്നെയാണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ബ്രെഡിന് നല്ല ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഈ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി മിക്സ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തിട്ടെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി. ഇതിനി നന്നായിട്ട് ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി 1 മണിക്കൂർ മുതൽ ഒരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഒരു ഡബിൾ സൈസിലായി കിട്ടും. ഇപ്പോൾ ഡോ ഡബിൾ സൈസിലായി കിട്ടിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇത് മടക്കി എടുക്കണം. ഇതേപോലെ ഒരു 4-5 പ്രാവശ്യം ചെയ്യണം. വീണ്ടും ഇതുപോലെ കൈ കൊണ്ട് പരത്തിയിട്ട് മടക്കിയിട്ട് എടുക്കണം. ഒരു റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഈ ബ്രെഡ് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവിൽ ഇതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ഈ പാനിൽ വെച്ചിട്ട്
നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലായിടവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിന് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് ഡബിളായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് ചേർക്കുമ്പോൾ ചിലർ പുകയുടെ ടേസ്റ്റ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് ചേർക്കാതെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഒരു ട്രേ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കരിഞ്ഞൊന്നും പോകില്ല, കറക്റ്റായിട്ട് തന്നെ ബേക്കായി കിട്ടും. ഇതേപോലെയുള്ള ട്രേ വെച്ച് കൊടുത്തിട്ട് ഇത് പ്രീഹീറ്റ് ചെയ്തെടുക്കുക ഒരു 10 മിനിറ്റ്. ഈ ബ്രെഡ് ഡബിളായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ മാത്രമേ ഈ പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാവൂ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ 30 മിനിറ്റ് ആണ് വേണ്ടത്. ഇപ്പോൾ ബ്രെഡ് ബേക്കായിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് കൊട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും ബ്രെഡ് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു സ്ക്യൂവർ ഒന്ന് കുത്തി നോക്കിയാൽ മതി. സ്ക്യൂവർ ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ ബ്രെഡ് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് ബേക്ക് ആയിട്ടുണ്ട്. ഇതിന് ചൂട് പോയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ബ്രെഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. സൈഡൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആയിട്ടേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. വീറ്റ് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ കിട്ടും. ഇതേപോലെ തന്നെ മൈദ ഉപയോഗിച്ചിട്ടും ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് ചൂട് നന്നായിട്ട് പോയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. നല്ല സോഫ്റ്റാണ്. ഈ ഓവനില്ലാതെ ബേക്ക് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പകരം ഒന്നും ഇടാതെ തന്നെ ഒരു ട്രേ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴും കരിഞ്ഞൊന്നും പോവില്ല, നല്ലപോലെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്